എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു ഫൺ വീഡിയോ ആയിട്ട് എടുത്താൽ മതി. മറ്റൊന്നുമല്ല, പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് നിങ്ങളോട് സ്നേഹം തോന്നിയാൽ, അല്ലെങ്കിൽ ഇഷ്ടം തോന്നിയാൽ, താല്പര്യം തോന്നിയാൽ, അതും അല്ലെങ്കിൽ നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നിയാൽ അവർ പുറമെ പ്രകടിപ്പിക്കുന്ന 7 ലക്ഷണങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള രീതിയിലാണ് പലരും ഇത് കാണിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്ന് ചിലപ്പം മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങളോടൊരു അട്രാക്ഷൻ തോന്നുമ്പോൾ അങ്ങനെയൊക്കെ അവർ കാണിക്കും എന്ന് പറഞ്ഞ് അതൊരു പ്രണയത്തിലേക്ക് വളരണം എന്നൊന്നും യാതൊരുവിധ നിർബന്ധവും ഇല്ല. കാരണം അതിനൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ 7 ലക്ഷണങ്ങൾ. ഒന്നാമതായിട്ട് അവരുടെ ദേഹത്ത് ധരിച്ചിരിക്കുന്ന ഓർണമെന്റ്സ് എടുത്ത് ഇങ്ങനെ കടിക്കും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് മാല, ഒരു ചെയിനൊക്കെ അവരുടെ കഴുത്തിൽ കിടപ്പുണ്ടെങ്കിൽ അത് അവരിങ്ങനെ എടുത്തു പിടിച്ചിട്ട് ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളോട് ഭയങ്കര ഒരു ഇറസിസ്റ്റിബിൾ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്, ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്, അപ്പോൾ നിങ്ങളോടൊരു ഇഷ്ടം തോന്നുന്നുണ്ട്, താല്പര്യം തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട് അവരിങ്ങനെ ചുണ്ടിൽ ഇങ്ങനെ തൊടുക എന്നുള്ളതാണ്. അപ്പോൾ പല രീതിയിൽ അവരിങ്ങനെ ചുണ്ടിൽ തൊടാം. അത് പക്ഷെ അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അതൊക്കെ ഒരു എന്താ പറയുക, ഉപബോധ മനസ്സിൽ അവരറിയാതെ ചെയ്യുന്നതാണ്. നിങ്ങളോട് അങ്ങനെ ഒരു അട്രാക്ഷൻ വരുമ്പോൾ അവർ പോലും അറിയാതെ അവരുടെ കൈ എങ്ങനെ ഒന്നും അറിയാതെ എങ്ങനെയൊക്കെ ചുണ്ടിൽ തൊടുന്നതാണ്. എല്ലാവരുടെയും കേസിലല്ല, ഓരോരുത്തരും ഓരോരോ രീതിയിലായിരിക്കും അവരുടെ ആ ഒരു ഇഷ്ടവും താല്പര്യമൊക്കെ പ്രകടിപ്പിക്കുക. അപ്പം അത് ഏതൊക്കെ രീതിയിലാണെന്ന് മുൻപ് ഞാൻ ഇതിനെക്കുറിച്ച് പല വീഡിയോകളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയാത്ത ചില കാര്യങ്ങളാണ് ഞാനിത് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് ചിണുങ്ങൽ വേർഡ്സ് വിത്ത് ക്യൂട്ട് സ്മൈൽ എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ ചിണുങ്ങുന്ന ശബ്ദത്തിൽ അവർ ചില വാക്കുകൾ പറയും. ഉദാഹരണത്തിന് ഒന്ന് ഓടുന്നു, അല്ലെങ്കിൽ കൂട്ടില്ല, അല്ലെങ്കിൽ ഇത് കഷ്ടമുണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ കൊഞ്ചിക്കൊണ്ട് അങ്ങനെ വളരെ ക്യൂട്ടായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ചിണുങ്ങുന്ന ശബ്ദത്തിൽ അങ്ങനെ ഒരു ചിണുങ്ങുന്ന ശബ്ദത്തിൽ അവർ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് ആ ഒരു നിങ്ങളോട് അത്രയ്ക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്, ഇഷ്ടം തോന്നുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ്. ഇനി നാലാമത്തെ ഫ്ലിർട്ടിംഗ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പഞ്ചാരടി എന്ന് പറയാം. അതായത് പെൺകുട്ടികൾ സാധാരണ ഇങ്ങനെ അവർക്ക് ഇഷ്ടമില്ലാത്തവരോട് ഒരു രീതിയിലും ഇങ്ങനെ ഈ രീതിയിൽ ഫ്ലിർട്ട് ചെയ്യത്തില്ല. അവർക്ക് അങ്ങനെ ഇഷ്ടമില്ല. വെറുതെ ഇങ്ങനെ പഞ്ചസാര വാക്കുകൾ പറയാൻ അല്ലെങ്കിൽ പഞ്ചാര അടിക്കാനോ ഒന്നും അവർക്ക് താല്പര്യമില്ലാത്തവരാണ്. പക്ഷെ അവർക്ക് ആ ഇഷ്ടം തോന്നുന്ന വ്യക്തിയോട് മാത്രമേ അവർ ഈ രീതിയിൽ ഫ്ലിർട്ട് ചെയ്തുള്ളൂ. അപ്പം നിങ്ങൾ ആ രീതിയിൽ അങ്ങനെ പഞ്ചാര അടിക്കുന്ന രീതിയിൽ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരും തിരിച്ച് അതേപോലെ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം അവർക്ക് ഇല്ലെങ്കിൽ ഉടനടി തന്നെ അവർ നിങ്ങളെ അവരോട് ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങും, അല്ലെ അവരുടെ മുഖഭാവമൊക്കെ മാറും, അവർ പെട്ടെന്നൊരു നാഗവല്ലിയായിട്ട് മാറുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഫോണിലൊക്കെ ആണെങ്കിൽ നിങ്ങളെ ആ സെക്കൻഡിൽ തന്നെ അവർ ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒരു കോൾ തന്നെ കട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അങ്ങനെ അവർ തിരിച്ച് ഫ്ലിർട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അർത്ഥം നിങ്ങളോടൊരു അട്രാക്ഷൻ ഉണ്ട്, ഒരു ഇഷ്ടമുണ്ട്, താല്പര്യം ഉണ്ടെന്നുള്ളതാണ്. ഇനി അഞ്ചാമായിട്ട് നഖം കടിക്കും അല്ലെങ്കിൽ വിരൽ കടിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് നിങ്ങളോട് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നിക്കഴിയുമ്പോൾ അവർ പോലും അറിയാതെ അവരുടെ വിരലെടുത്തിട്ട് ഇങ്ങനെ കടിക്കാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ നഖം എടുത്തിട്ട് ഇങ്ങനെ കടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള ചേഷ്ടകളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ, അംഗവിക്ഷേപങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെന്നുള്ളതാണ്. ഇനി ആറാമായിട്ട് അവരുടെ മുഖം വല്ലാണ്ട് ബ്ലഷ് ചെയ്യും, നന്നായിട്ട് മുഖം ചുവന്ന് തൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോടൊരു വല്ലാത്ത അട്രാക്ഷൻ തോന്നുമ്പോൾ അവർക്ക് ബ്ലഡ് ഫ്ലോ കൂടുന്നതുകൊണ്ടാണ് ആ രീതിയിൽ മുഖം അങ്ങനെ ചുവന്ന് തൊടുക്കുന്നത്. ഒപ്പം തന്നെ അവർക്ക് വല്ലാത്തൊരു നാണം അനുഭവപ്പെടും. അവർ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഭയങ്കര ബോൾഡായിട്ടുള്ള പെൺകുട്ടികളാണെങ്കിലും ആ സമയത്ത് വല്ലാണ്ട് അങ്ങ് നാണം കുടുങ്ങി നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ചിലരൊക്കെ കാലുകൊണ്ട് കളം വരയ്ക്കുന്നതൊക്കെ, അവർ നാണം എക്സ്പ്രസ് ചെയ്യുക. ഇനി ഏഴാമായിട്ട് മയങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതായത് ഈ ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു പ്രത്യേക ഒരു ലോകത്തായിരിക്കും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അതിപ്പോൾ വീഡിയോ കോൾ ആയിക്കോട്ടെ, നേരിട്ടുള്ള സംസാരം ആയിക്കോട്ടെ. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ പോകേണ്ട സമയമാണെങ്കിലും പോകുവാണ് എന്ന് പറഞ്ഞാലും അവർ പോകത്തില്ല എന്നുള്ളതാണ്. അവർ വീണ്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, എന്നിട്ട് വീണ്ടും പറയും പോവാണ്. പക്ഷേ ഈ പോകുവാന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയാതെ അവർ നമ്മുടെ അടുത്തൊന്നും പോവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് നമ്മളോട് അത്രയ്ക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അതിന് ഇട്ടിട്ട് പോകാനായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് അവരങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു, അല്ലെങ്കിൽ ആ സംസാരം എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം അവർക്ക് നിങ്ങളോട് വളരെയധികം ഇഷ്ടമുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഒരു ബോണസ് പോയിന്റ് എന്ന് പറയുന്നത്, ഇവർക്ക് നിങ്ങൾക്ക് എന്ത് സഹായം ചെയ്തു തരാനും ഭയങ്കര ഇഷ്ടമായിരിക്കും. നിങ്ങളൊരു സഹായം ചോദിക്കേണ്ട ഇതേ ഉള്ളൂ, ആ സമയത്ത് അവർ ചെയ്തു തരും. സഹായം ആയിരിക്കണമെന്നില്ല, അവരോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ സെക്കൻഡിൽ അത് അനുസരിക്കും. അത്രയ്ക്ക് ഇങ്ങനെ റോബോട്ടിനൊക്കെ ഇങ്ങനെ ഒരു സ്വിച്ച് അമർത്തിയാൽ അവർ ആ കമാൻഡ് സ്വീകരിച്ച് അനുസരിക്കുന്ന പോലെ ഇവർക്ക് നമ്മളോട് ഇഷ്ടമാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും ആ സെക്കൻഡിൽ അവരതിനനുസരിച്ച് അനുസരിക്കും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ആ കുട്ടിയോട് പറയുകയാണ്, നമ്മളുടെ ഒരു നല്ല ഫോട്ടോ അയച്ചു തരൂ എന്ന് പറയുമ്പോൾ തന്നെ ആ കുട്ടി ഉടനെ തന്നെ ആ നല്ലൊരു ഫോട്ടോ നോക്കി അയച്ചു തരും. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ഇഷ്ടമില്ലെങ്കിൽ അവർ ഒരു കാരണവശാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫോട്ടോ അയച്ചു തരത്തുമില്ല. ആ ഒരു പേരിൽ തന്നെ ചിലപ്പോൾ നിങ്ങളോട് വഴക്കൂടുകയും നിങ്ങളെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ 7 കാര്യങ്ങൾ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇഷ്ടവും സ്നേഹമൊക്കെ തോന്നുമ്പോൾ അവർ പോലും അറിയാതെ സൂക്ഷ്മമായിട്ട് അവർ പുറമേ കാണിക്കുന്ന ചില ശരീരഭാഷകളാണ്, അംഗവിക്ഷേപങ്ങളാണ്, അല്ലെങ്കിൽ ചില പ്രവൃത്തികളാണ്. അപ്പോൾ അതുകൊണ്ടുകൊണ്ട് ഉടനെ തന്നെ ചാടിക്കറിയുന്ന പെൺകുട്ടിയോട് ഐ ലവ് യു പറയാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തല്ലിയിട്ടിരിക്കും. അപ്പോൾ അവർക്ക് പക്ഷേ നമ്മളോട് താല്പര്യമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ അതിനൊരു അനുകൂല കാലാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്നേഹബന്ധമൊക്കെ ആയിട്ട് വളരത്തുള്ളൂ. അപ്പോൾ അതും നമ്മൾ ഒരിക്കലും ഒരു ബാലിശമായിട്ടുള്ള സ്നേഹബന്ധങ്ങളെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. തീർച്ചയായിട്ടും പ്രായവും പക്വതയും നല്ലൊരു ജോലിയും വരുമാനവും ഒക്കെ ആയിട്ട് വിവാഹപ്രായം എത്തിക്കഴിഞ്ഞിട്ട് മാത്രമേ ആരാണെങ്കിലും ഒരു സ്നേഹബന്ധങ്ങൾക്കൊക്കെ ആയിട്ട് ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് വളരെയധികം ഒരു സഹായവുമായിരിക്കും. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ട്